ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പാപമോചന പ്രാർത്ഥനകളുടെ സയ്യിദ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയാകുന്നു എൻ്റെ റബ്ബ്, നീയല്ലാതെ വേറെ ഇലാഹില്ല. ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ അടിമയാണ്, നിന്നോടുള്ള വാഗ്ദാനവും കരാറും പരമാവധി പാലിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ അബദ്ധങ്ങളുടെ എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അബൂ ബിനിഅമതിക അലയ്യ വ അബൂ ബിദംബി, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ ഞാൻ അംഗീകരിക്കുന്നു, അതോടൊപ്പം ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളും ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഫഗ്ഫിർലി, പടച്ച റബ്ബേ എനിക്ക് പുറത്തു തരണമേ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. ഇത് മനസ്സിൽ ഉറപ്പിച്ച് ഒരാൾ രാവിലെ ചൊല്ലി വൈകുന്നേരത്തിനിടക്ക് മരിച്ചു പോയാൽ അയാൾ സ്വർഗ്ഗത്തിൽ പോകുമെന്നും, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ ആവുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ ആ വ്യക്തി സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഈ ഒരു ദുആ കാണാതെ പഠിച്ച് നമ്മൾ ചൊല്ലണം.